ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. താലൂക്ക് വികസന സമിതി യോഗം പ്രഹസനമാക്കുന്നു. പ്രധാന വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ഇന്ന് നടന്ന യോഗത്തിൽ പങ്കെടുത്തില്ല. ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യമില്ലാത്തത് യോഗത്തിൽ വിമർശനത്തിന് ഇടയാക്കി. നമ്മൾ ഈ താലൂക്ക് സഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പം ഉദാഹരണമായിട്ട് ഫോറസ്റ്റിൽ നിന്നൊക്കെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അവരുടെ ഏറ്റവും താഴെത്തട്ടിൽ ഒരു ഗാർഡിനെയാണ് ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നത്. നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് അവർക്കൊരു മറുപടി തരാൻ, അല്ലെങ്കിൽ ജനങ്ങളുടെ പക്ഷത്തു നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ മറുപടി തരാൻ പറ്റാത്ത രീതിയിലാണ് മിക്ക ഡിപ്പാർട്ട്മെൻറ്റുകളും പോകുന്നത്. അത് മാറ്റിവെച്ചുകൊണ്ട് ഇതിന് കൃത്യമായ മറുപടി തരാൻ ഇതിന് അധികാരപ്പെട്ട ഉദ്യോഗസ്ഥർ താലൂക്ക് സഭയിൽ വന്നെങ്കിൽ മാത്രമേ താലൂക്ക് സഭ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അടുത്ത പ്രാവശ്യം അവരെ എത്തിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തഹസീൽദാരെ നമുക്ക് ചുമതലപ്പെടും. ചന്തക്കുന്ന് ബംഗ്ലാവ് കുന്നിലെ വനം ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് വിനോദസഞ്ചാരികളെ കടത്തിവിടുമ്പോൾ ആവശ്യമായ പരിശോധനകൾ നടക്കാത്തതിനാൽ ടൂറിസത്തിന്റെ മറവിൽ ഇവിടം ലഹരി വിൽപ്പന സംഘങ്ങളുടെ കേന്ദ്രമായി മാറിയിട്ടുണ്ടെന്നും വനം വകുപ്പ് ഇവിടെ CCTV സ്ഥാപിക്കണമെന്നും വനിതാ പോലീസ് ഉൾപ്പെടെയുള്ള പോലീസുകാരും വനം എക്സൈസ് വകുപ്പുകളും ചേർന്ന് സംയുക്ത പരിശോധന നടത്തണമെന്നും നിലമ്പൂർ നഗരസഭാ കൌൺസിലറും ജനതാദൾ എസ് ദേശീയ സമിതി അംഗവുമായ ഇസ്മായിൽ എരഞ്ഞിക്കൽ ആവശ്യപ്പെട്ടു. ജൽജീവൻ കുടിവെള്ള പദ്ധതിയുടെ പേരിൽ പുതിയ റോഡുകൾ ഉൾപ്പെടെ വെട്ടിപ്പൊളിച്ച് പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്ന നടപടിയിൽ യോഗത്തിൽ പ്രതിഷേധമുയർന്നു. നമ്മുടെ ത്രിതല പഞ്ചായത്തുകൾ നിർമ്മിച്ച മുഴുവൻ റോഡുകളും കുത്തിപ്പൊളിച്ച് അത് ആകെ റോഡുകൾക്ക് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട്. അത് നന്നാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ജലജീവൻ മിഷന്റെ ഭാരവാഹികളോട് ചുമതലപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. നിലമ്പൂർ ജില്ലാശുപത്രിയിൽ ഹൃദ്രോഗ വിഭാഗം വേഗത്തിൽ തുടങ്ങാനും യോഗത്തിൽ ആവശ്യമുയർന്നു. നമ്മുടെ നിലമ്പൂർ മേഖലയില് നമ്മുടെ ഗൂഡല്ലൂർ തൊട്ട് ഇങ്ങോട്ട് ഒരസുഖം വന്നാൽ കൊണ്ടുപോകുന്ന മഞ്ചേരി അല്ലെ പെരിന്തൽമണ്ണ ഭാഗത്തേക്കാണ്. നമ്മുടെ ബ്ലോക്കും മറ്റു കാര്യങ്ങളുമായിട്ട് ഒരുപക്ഷെ ഒരു ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ അങ്ങനെ നെഞ്ചുവേദനയുമായി വരുന്നവരുടെ ജീവൻ നഷ്ടപ്പെടുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പം നിലമ്പൂർ ആശുപത്രി ഒപ്പം തന്നെ നമ്മുടെ ചുങ്കത്ര CHC ഒരു ട്രൈബൽ ഹോസ്പിറ്റലാക്കി മാറ്റി എടുക്കാനുള്ള ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം. അതിനുള്ള പ്രമേയം ഇന്ന് നമ്മുടെ താലൂക്ക് സഭ പാസ്സാക്കിയിട്ടുണ്ട്. നിലമ്പൂർ നഗരസഭാ പരിധിയിൽ 2 പാട്ടുത്സവം ടൂറിസം ഫെസ്റ്റിവൽ നടക്കുന്ന സാഹചര്യത്തിൽ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ നഗരസഭയ്ക്ക് നൽകണമെന്ന് യൂത്ത് ഫ്രണ്ട് ജേക്കബ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സമീർ പുളിക്കൽ ആവശ്യപ്പെട്ടു. ഇക്കാര്യം നഗരസഭയെ അറിയിക്കാനും തീരുമാനിച്ചു. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P. പുഷ്പവല്ലി അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ നഗരസഭാ കൌൺസിലർ ഇസ്മായിൽ എരഞ്ഞിക്കൽ, നിലമ്പൂർ തഹസിൽദാർ MP സിന്ധു, ഭൂരേഖ വിഭാഗം തഹസിൽദാർ ജയശ്രീ, റവന്യൂ ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തുംകടവ്, നിലമ്പൂർ.